നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുതിർന്നവർക്കുള്ള വാക്സിനുകളെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചാല ജിം കെയർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ടി.പി. രാകേഷ് തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, നമ്മൾ എങ്ങനെയാണ് ഒരു രോഗത്തിന്റെ മേൽ പ്രതിരോധ ശേഷി നേടുന്നത്? ആദ്യമായി ഈ രോഗങ്ങൾ നമ്മളെ രോഗാണുക്കൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ, അങ്ങനെ പല കീടാണുക്കൾ കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പൊ ഈ കീടാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ കോശങ്ങൾ ഈ കീടാണുവിന്റെ ശരീരഘടന പഠിച്ച് അതിന് എതിരായിട്ടുള്ള ആന്റിബോഡി എന്ന ഒരു രാസപദാർത്ഥം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആന്റിബോഡി എന്ന രാസപദാർത്ഥം കീടാണുവിനെ ഒരു കെട്ടിവലിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് അതിനോട് പ്രവർത്തിച്ച് അതിനെ നശിപ്പിക്കുന്നു. അങ്ങനെയാണ് നാം പ്രതിരോധ ശേഷി കൈവരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ നമ്മൾ പല രോഗങ്ങൾക്കും വാക്സിനേഷനുകൾ എടുക്കാറുണ്ടല്ലോ. എന്താണ് ഈ വാക്സിനുകൾ? വാക്സിനുകൾ എന്ന് പറഞ്ഞാൽ ഈ പലതരം കീടാണുക്കളെ കുറിച്ചുള്ള അതിന്റെ ശരീരഘടന നമ്മുടെ ശരീരത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഉദാഹരണമായി ഇപ്പോൾ മീസൽസ് എന്ന ഒരു വൈറസ് ആണ് ഈ മീസൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീസൽസ് ഒരു ബാധിക്കുകയാണെങ്കിൽ രോഗിക്ക് പനി, ശക്തിയായ തലവേദന, മേലുവേദന, മേലാസകലം ഒരു ചുമന്ന ഒരു തിണർപ്പ്, ഇതൊക്കെ വരികയും രോഗി 4-5 ദിവസം വളരെ രോഗാതുരനായി ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു. വളരെ ക്ഷീണം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ചില കോംപ്ലിക്കേഷനിലേക്ക് കൂടി പോവാം. ഉദാഹരണം ചിലപ്പോൾ ഹൃദയത്തെ ബാധിക്കാം, അല്ലെങ്കിൽ വൃഷണങ്ങളെ ബാധിക്കാം. അങ്ങനെ പല കോംപ്ലിക്കേഷനുകൾക്കും ശരിയായ രോഗം കൊണ്ട് സംഭവിക്കാം. പക്ഷേ രോഗി ചിലപ്പോൾ ഭൂരിപക്ഷം ആളുകളും ഈ രോഗം 5 ദിവസം 6 ദിവസം കഴിയുമ്പോൾ ഈ രോഗാണുക്കളെ കുറിച്ച് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കിയതിനു ശേഷം ഈ രോഗത്തെ നശിപ്പിക്കുന്നു. പക്ഷേ ചിലപ്പോൾ കുറെ ആളുകൾ ഇതിനിടയിൽ മരണപ്പെട്ടേക്കാം. വാക്സിനുകൾ ചെയ്യുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശരീരത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉദാഹരണമായി വാക്സിനുകളിൽ മീസൽസിനെ നശിപ്പിച്ച്, വൈറസിനെ നശിപ്പിച്ച് അതിന്റെ ശരീരത്തിന്റെ പുറംതോടിന്റെ പല ഘടനയുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കും. അപ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ പ്രവർത്തിക്കുകയും നല്ല മീസൽസിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതേസമയം നമുക്ക് ശരിയായ മീസൽസ് വരുന്നതുമില്ല. പിന്നീട് ശരിക്കുള്ള മീസൽസിന്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നേരത്തെ ഉള്ള ആന്റിബോഡികൾ അതിനെ ഉടനെ തന്നെ നിർവീര്യമാക്കുകയും നാം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വാക്സിനുകൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് പോളിയോ, വസൂരി തുടങ്ങിയ രോഗങ്ങളെയില്ല. ആരും ടെറ്റനസ് പിടിച്ച് മരിക്കാറില്ല. ഡിഫ്തീരിയ തുടങ്ങിയ രോഗങ്ങൾ ഇല്ല. വില്ലൻ ചുമയില്ല. അങ്ങനെ പല പല രോഗങ്ങളും നമ്മൾ ഏകദേശം ഇല്ലാതാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ വളരെ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. ഈ വാക്സിൻ വിരോധികൾ അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റിലും നോക്കിയാൽ മതി. പണ്ടൊക്കെ ഒരു 10-20-30 വർഷം മുന്നേ ഒക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പലരും ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ചില പോളിയോ ബാധിച്ച ചില ഹതഭാഗ്യരെ കാണാൻ കഴിയും. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ കാണുന്നതേ ഇല്ല. അത് ഇന്ന് വസൂരി ഇല്ല. ഇത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? നസീമ. എവിടെ നിന്നാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. നസീമ. ഞാൻ ഡോക്ടറോട് ഒരു സംശയം ചോദിക്കാനാ. കോവിഡ് രോഗത്തെ പറ്റിയിട്ട് ചെറുനാരങ്ങ, ഇഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെ മഞ്ഞൾ, ഇതെല്ലാം പതപ്പിച്ച് ഡോക്ടർക്ക് കൊടുത്താൽ, പിന്നെ രോഗിക്ക് കൊടുത്താല് പിന്നെ തണുക്കളി ചാവുന്ന പറയുന്നത്, നശിക്കുന്നു. അതൊരു സംശയം. പ്രായോ, ചെറിയ ജീരകം ഇതെല്ലാം കാറ്റിയിട്ട് കൊടുത്താൽ അണുക്കളി നശിക്കുന്നു പറയുന്നത്. അത് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഓരോരോ ഫോൺ ഇങ്ങനെ നോക്കേണ്ടത്, ഏതെങ്കിലും ഡോക്ടർമാരോട് ഓടിച്ചെല്ലിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ ഫോണ് നമ്പർ എഴുതിയെടുക്കുന്നത്. അതെന്താന്നുള്ള എല്ലാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ സംശയം ചോദിക്കുന്നതായിട്ട്. ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്. ഈ മഞ്ഞൾ
ഒരു പരീക്ഷണം നടത്തിയായിട്ട് എനിക്ക് അറിവില്ല. അങ്ങനെ ഡോക്ടർമാർ അങ്ങനെ ലോകത്തെ ഒരിടത്തും ഇങ്ങനെ കുരുമുളക്, മഞ്ഞൾ ഇതൊക്കെ കൊടുത്തു നോക്കി. കോവിഡ് രോഗികൾക്ക് കൊടുത്ത് കുറെ പേർക്ക് കൊടുത്തു നോക്കി, കുറെ പേർക്ക് കൊടുത്തില്ല. അങ്ങനെ കൊടുത്തവർക്ക് രോഗം പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടതായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. സാധ്യത വളരെ കുറവാണ്. ശരി ശരി, ഇങ്ങനെ അതൊന്ന് സംശയിച്ചായി കണ്ടിട്ട് വിളിച്ചതാ. വളരെ സംശയം. ശരി ശരി, ഓക്കെ. ഡോക്ടർ, ഇതുപോലെ പലർക്കും കോവിഡിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ നിലവിലുണ്ട്. ഡോക്ടർ, കോവിഡിന് ഫലപ്രദമായ ഒരു വാക്സിൻ വരാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോവിഡിന്റെ വാക്സിൻ പരീക്ഷണങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് വാക്സിനുകൾ കുറച്ച് മനുഷ്യരിൽ കൊടുത്ത് വാക്സിനുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ചെറിയ സൈഡ് എഫക്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിഹരിച്ച് വീണ്ടും വേറൊരു വാക്സിൻ ഉണ്ടാക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിലും ആ വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. കുരങ്ങന്മാരിൽ നടത്തിയ പരീക്ഷണങ്ങൾ വളരെ വിജയകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ ശുഭപ്രതീക്ഷയിലാണ് ലോകം എന്നുള്ളത്. ഒരു നല്ലൊരു വാക്സിൻ വരിക തന്നെ ചെയ്യും. 100% തടയാൻ കഴിയുമോ ഇല്ലോ എന്നുള്ളത് നമുക്ക് പരീക്ഷ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് മീസൽസ്, ഡിപ്തീരിയ, ടെറ്റനസ് ഇതൊക്കെ വളരെ വളരെ ഫലപ്രദമായ വാക്സിനുകളാണ്, പോളിയോ വാക്സിൻ. പക്ഷേ കോവിഡിന് അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും കോവിഡ് ബാധിക്കുന്ന തടയാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ കോംപ്ലിക്കേഷനുകൾ എന്തായാലും ഒഴിവാക്കാൻ കഴിയും തന്നെയാണ് ശാസ്ത്രലോകം ഇപ്പോൾ വിചാരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഇത്തരത്തിലുള്ള വാക്സിനുകൾ നമുക്ക് എങ്ങനെയാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്നത്? ഈ വാക്സിനുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കീടാണുക്കളുടെ ഈ പുറംതോടിന്റെ ഘടന നേരത്തെ ശരീരത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വാക്സിൻ കുത്തിവെക്കുമ്പോൾ ശരീരം വിചാരിക്കുന്നത് ഇത് ശരിയായ കീടാണുവാണ് വരുന്നതെന്ന് കരുതി അതിനെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് വാക്സിൻ കൊണ്ട് രോഗിക്ക് രോഗം വരുന്നില്ല, കാരണം ശരിയായ കീടാണു ഇല്ലല്ലോ. തുടർന്ന് മറ്റൊരവസരത്തിൽ ശരിയായ കീടാണു വരുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ ആന്റിബോഡികൾ ഈ കീടാണുവിനെ നിർവീര്യപ്പെടുത്തും. അപ്പോൾ നമ്മൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും. ഡോക്ടർ, അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒരു കോൾ കൂടി വന്നിട്ടുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഗംഗാധരൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഈ മുതിർന്നവർക്കുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 68 വയസ്സാർക്ക് അപ്പോ ശ്വാസമുട്ടല് അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ ഈ കൊറോണന്റെ സമയത്ത് ഒരു ഭയം കൂടിയാകുന്നു. ഷുഗർ സംബന്ധമായ അസുഖമുണ്ടോ? ഷുഗർ സംബന്ധമായ അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഷുഗറില്ല, ബി പി. 65 വയസ്സ് കഴിഞ്ഞതാണെങ്കിൽ താങ്കൾ 2 വാക്സിനുകൾ എടുത്തിരിക്കണം. ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിൻ. അത് ഒക്ടോബർ ആ സമയത്താണ് ഇൻഫ്ലുവൻസ വാക്സിൻ വരുന്നത്. അതെന്തായാലും നിർബന്ധമായും എടുത്തിരിക്കണം. എല്ലാ വർഷവും എടുക്കേണ്ട വാക്സിനാണിത്. ഇത് നമുക്ക് തടയുന്നത് H1N1 ഫ്ലൂ പോലെയുള്ള അസുഖങ്ങളാണ് തടയുന്നത്. ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പനി, ജലദോഷം, ചുമ, മേലുവേദന എന്നിവ വന്ന് ചിലപ്പോൾ വളരെ അപൂർവമായ ഗുരുതരാവസ്ഥയിൽ വരെ വന്നേക്കാം. ഏകദേശം ഈ കൊറോണയുടെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ അത്ര സീരിയസ് ആയിരിക്കില്ല. പക്ഷെ എന്നാലും വളരെയധികം കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ഫ്ലൂ. ലോകത്ത് എത്രയോ പേർ ഫ്ലൂ ബാധിച്ചിട്ട് എല്ലാ വർഷവും മരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷനുകൾ 50% വരെ കുറയ്ക്കുന്ന വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. എല്ലാ വർഷവും പക്ഷേ ഇത് എടുത്തിരിക്കണം. ഒരു ഒക്ടോബർ സമയമാകുമ്പോഴാണ് എടുത്തി തണുപ്പ് കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഫ്ലൂ വാക്സിനുകൾ എടുക്കുന്നത്. രണ്ടാമത് എടുക്കുന്നത് ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്. അത് ന്യൂമോണിയ ഉണ്ടാക്കുന്ന അണുക്കളെ തടയുന്ന ഒരു വാക്സിനാണ്. അതും താങ്കൾ PSV24 എന്നുള്ള ഒരു വാക്സിൻ എടുത്തിരിക്കണം. പിന്നെ അല്ല, ഈ ബൈപ്പാസിലൊക്കെ കഴിയുവാണ്. അതുകൊണ്ടാ ബൈപ്പാസ് ചെയ്ത് പിന്നെ പല അസുഖവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചാലൊക്കെ മറ്റേ മിൻസിലാണ് ചികിത്സ ഇപ്പൊ. ശരി, ഡോക്ടറോട് സൂചിപ്പിച്ചാൽ മതി, അവർ വാക്സിൻ തരുമായിരിക്കും. ന്യൂമോകോക്കൽ വാക്സിനും ഇൻഫ്ലുവൻസ വാക്സിനും. ഓക്കെ ഗംഗാധരൻ. ഡോക്ടർ, അതുപോലെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ കുട്ടികൾക്ക് വാക്സിനുകൾ എടുക്കുന്നതിനെ പറ്റി ആയിരിക്കാം, മുതിർന്നവർക്ക് എടുക്കുന്നതിനെ പറ്റി ഒരുപക്ഷെ ആളുകൾ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നുണ്ടാവുക. അത്തരത്തിലുള്ള വാക്സിനുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
അതെ, മുതിർന്നവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാക്സിനുകൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂമോകോക്കൽ വാക്സിനാണ്. അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ഒരു കീടാണുവിനെ കൊണ്ട് ന്യൂമോണിയ ഉണ്ടാകുന്നത് നമുക്കൊരു പരിധി വരെ നമുക്ക് കോംപ്ലിക്കേഷനുകൾ കുറയ്ക്കാൻ പറ്റുന്ന വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ. PCV23 എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ 65 വയസ്സ് കഴിഞ്ഞാൽ ഒരു ഡോസ് എടുത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. അതായത് ഫ്ലൂ തടയുന്ന ഒരു അസുഖം, പനി, ചുമ, ജലദോഷം, ശക്തിയായ മേലുവേദന, ശ്വാസം മുട്ട്, ചിലപ്പോൾ വളരെ സീരിയസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫ്ലൂ. പൊതുവെ പ്രായമായവരെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ചും ഷുഗർ, പ്രഷർ, ഹൃദ്രോഗം എന്നുള്ളവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇത് വരാം. ഏകദേശം വർഷം തോറും ഏകദേശം 2 മുതൽ 5 ലക്ഷം ആളുകൾ വരെ ഫ്ലൂ ബാധിച്ച് മരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷനുകൾ നമുക്ക് പകുതിയായി തടയാം. പിന്നീട് ഒരു വാക്സിനാണ് ചിക്കൻ പോക്സ് വാക്സിൻ. മുതിർന്നവരിൽ ചിക്കൻ പോക്സ് വളരെ സീരിയസ് ആയിട്ടാണ് കാണാറ്. വളരെയധികം കുരുക്കൾ വരികയും ചിലപ്പോൾ ന്യൂമോണിയ വരികയും അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചിക്കൻ പോക്സ് ഇതിനു മുന്നേ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചിക്കൻ പോക്സ് ഉപയോഗിക്കാം. പിന്നൊരു 60 വയസ്സ് കഴിഞ്ഞാൽ എടുക്കാവുന്ന ഒരു വാക്സിനാണ് സോസ്റ്റർ വാക്സിൻ. ഈ ചിക്കൻ പോക്സിന്റെ ഒരു കോംപ്ലിക്കേഷനായ ഹെർപ്പസ് സോസ്റ്റർ എന്നിട്ടൊരു രോഗമുണ്ട്. അതായത് തൊലിപ്പുറത്ത് കുമ്പള പോലെ പെട്ടെന്ന് വരികയും ഒരു ചുമനാഥത്തിൽ പല പല കുമ്പളകൾ വരികയും പനി വരികയും ചെയ്യുന്നതാണ് സോസ്റ്റർ, ഹെർപ്പസ് സോസ്റ്റർ. അത് തടയാനുള്ള വാക്സിനുകൾ ലഭ്യമാണ്. നാട്ടിൻപുറങ്ങളിൽ വിയർപ്പൻ, വിസർപ്പൻ എന്നൊക്കെ പറയപ്പെടുന്ന ആ രോഗമാണോ ഡോക്ടർ ഇത്? നാട്ടിൻപുറങ്ങളിലൊക്കെ വിസർപ്പൻ അല്ലെങ്കിൽ വിയർപ്പൻ അങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആ രോഗമാണോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്? അത് തന്നെയാണ്. പിന്നീടുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ ഈ കരൾ സംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ഇതിനുള്ള വാക്സിനുകൾ എടുക്കാം. ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ, ഇതൊക്കെ. പിന്നെ പറയുന്ന വാക്സിനുകൾ ചില പ്രത്യേക തരം ഈ സ്പ്ലീൻ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാക്സിനുകൾ ഉണ്ട്. മെനിഞ്ചോകോക്കൽ വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ, അങ്ങനെയുള്ള വാക്സിനുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്റ്റിറോയിഡ് വിഭാഗത്തിലുള്ള മരുന്ന് കഴിക്കുന്നവർക്കും ഇതെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് നമ്മൾ യാത്ര പോകുമ്പോൾ ഓരോ സ്ഥലത്തെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വാക്സിൻ എടുക്കേണ്ടി വരാം. ഉദാഹരണമായിട്ട് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ്, ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല, ചിലപ്പോൾ പോളിയോ വാക്സിൻ എടുക്കേണ്ടി വന്നേക്കാം. കാരണം ആ ഭാഗത്തൊക്കെ പോളിയോ ഉണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ റേബീസിന്റെ ഒക്കെ വാക്സിൻ എടുക്കേണ്ടി വരും. അവിടെയൊക്കെ ധാരാളം പേവിഷബാധ ഉള്ളതുകൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ വാക്സിൻ എടുക്കേണ്ടി വരും. അത് നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ഏകദേശം 1 മാസം മുന്നേ തന്നെ വാക്സിനുകൾ എടുക്കണം. ഉദാഹരണം യെല്ലോ ഫീവർ വാക്സിൻ, സൗത്ത് അമേരിക്ക ഭാഗത്തൊക്കെ പോകുന്ന യെല്ലോ ഫീവർ വാക്സിൻ എടുക്കേണ്ടി വരും. അത് എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് പ്രവേശനം അവർ അനുവദിക്കുള്ളൂ. എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവര് വിമാനത്താവളത്തിൽ ചിലപ്പോൾ എടുപ്പിക്കുമായിരിക്കും. അങ്ങനെ അത് ഓരോ രാജ്യത്തേക്കുള്ള വിസ വാങ്ങുമ്പോൾ തന്നെ അവർ നിർദ്ദേശങ്ങൾ തരും. ഇന്ന വാക്സിനുകൾ എടുത്തിട്ട് കൊണ്ട് വേണം നിങ്ങൾ വരാൻ. ഇത്തരം വാക്സിനുകളൊക്കെയാണ് പ്രായമായവർക്ക് എടുക്കാൻ പറ്റിയ വാക്സിനുകൾ. ഇങ്ങനെ വാക്സിനുകൾ എടുക്കുന്നതിന് എന്തെങ്കിലും കാലാവധി ഉണ്ടോ ഡോക്ടർ? ഈ ഒരു വാക്സിൻ എടുത്താൽ ഇത്ര കാലത്തേക്ക് ഈ അസുഖം വരില്ല, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? മിക്കവാറും വാക്സിൻ ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടും. പക്ഷെ ഇൻഫ്ലുവൻസ വാക്സിൻ അങ്ങനെ ഇല്ല. അതിന്റെ പ്രതിരോധ ശേഷി ഏകദേശം 1 വർഷമേ നിൽക്കുള്ളൂ. കാരണം അപ്പോഴത്തേക്കും ഇൻഫ്ലുവൻസ വൈറസ് അതിന്റെ ശരീരഘടന മാറ്റുകയും പുതിയൊരു വൈറസ് ആയിട്ടാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസയ്ക്കുള്ള വാക്സിൻ ചിലപ്പോൾ വീണ്ടും എടുക്കേണ്ടി വരും. മാത്രം ചിലപ്പോൾ വില്ലൻ ചുമ, ഡിഫ്തീരിയ എന്നീ അസുഖങ്ങളുടെ പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറഞ്ഞ് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അതത്ര വലിയൊരു ബുദ്ധിമുട്ടാകാറില്ല. ടെറ്റനസിന്റെ വാക്സിൻ 10 വർഷം കൂടുമ്പോൾ എടുക്കേണ്ടി വരും. അതിന് പ്രതിരോധ ശേഷി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് എന്തെങ്കിലും മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും എടുക്കാറില്ലായിരുന്നു. മുറിവുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വന്നേക്കാം. അതുപോലെ ഈ മീസിൽസ് പോലെയുള്ള രോഗങ്ങൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കാറുണ്ട്. മുതിർന്നവർക്ക് ഈ ഒരു അസുഖം വന്നതിന് ശേഷം പിന്നീട് ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് മീസൽസിന് അങ്ങനെ എടുക്കാറില്ല. മീസൽസ് കുട്ടികൾ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ വരാറില്ല. പക്ഷെ ചിക്കൻ പോക്സിന് അങ്ങനെ വാക്സിൻ എടുക്കാറുണ്ട്. അതായത് ഒരാൾക്ക് ചിക്കൻ പോക്സ് വന്നില്ലായിരിക്കട്ടെ, അദ്ദേഹത്തിന് സുഹൃത്തുമായ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് സുഹൃത്ത് പറയുന്നത് എനിക്ക് ചിക്കൻ പോക്സിന്റെ കുരുക്കൾ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇയാൾക്ക് ചിക്കൻ പോക്സ് വരാൻ എല്ലാ സാധ്യതകളുണ്ട്. അപ്പൊ ഇതിന് മുൻപ് ചിക്കൻ പോക്സ് വന്നിട്ടില്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ചിക്കൻ പോക്സിന്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻ ഏകദേശം 80% ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇനി ഇത് കാരണമായിട്ട് ചിക്കൻ പോക്സ് വരുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ലഘുവായ രീതിയിൽ വരാറുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ചിക്കൻ പോക്സ് എന്ന ഒരാളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ മരുന്നിന് പോലെ എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ചിക്കൻ പോക്സ് വാക്സിൻ.
ഡോക്ടർ അതുപോലെ ഇപ്പോൾ ഡോക്ടർ ഏജ് ഉള്ളവർക്ക് വയസ്സായവർക്ക് എടുക്കേണ്ട വാക്സിനുകളെ പറ്റി മുൻപ് പറഞ്ഞു. അതുപോലെ നമുക്ക് ചെറുപ്പക്കാർക്കിടയിൽ സാധാരണ ജീവിതം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾക്ക് ഇത്ര വയസ്സുള്ളവർക്ക് ഈ വാക്സിൻ എടുക്കണം, അങ്ങനെ എന്തെങ്കിലും വാക്സിനുകളുണ്ടോ? ചെറുപ്പക്കാർക്ക് 19 വയസ്സിൽ ടെറ്റനസിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഓരോ 10 വർഷം കൂടുമ്പോഴും ടെറ്റനസിന്റെ പിന്നെ ഡിഫ്തീരിയയുടെയും അത് എടുത്താൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നിർബന്ധമില്ല, പക്ഷെ അത് എടുത്തുകൊണ്ട് അമേരിക്കയിൽ മറ്റും അവർ അങ്ങനെ നിർബന്ധിക്കാറുണ്ട് എടുക്കുന്നതിനെ കുറിച്ച്. ടെറ്റനസിന്റെ ഡിഫ്തീരിയയുടെ ചെറിയൊരു ഡോസ്, ഒരു ബൂസ്റ്റർ ഡോസ്. ഡോക്ടർ ഒരു കോൾ കൂടി വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഡോക്ടർ. ഹലോ, ആരാണ്? പേരെന്താണ്? മൂസ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ പിന്നെ COPD പേഷ്യന്റ് ആണ്. മൂസ ഒന്നുകൂടി പറയൂ. COPD പേഷ്യന്റ് ആണ്. COPD പേഷ്യന്റ് ആണ്. COPD പേഷ്യന്റ് ആണ്. മനസ്സിലായി പറഞ്ഞോളൂ. ഞാനിപ്പോ ഒരു വർഷം മുമ്പ് പിന്നെ സ്ഥിരമായിട്ട് സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെറോയിഡ് പിന്നെ ഉപയോഗിക്കുന്നത് ചിലപ്പോ നെബുലൈസേഷൻ സ്ഥിരമായിട്ട് നടത്തുന്നതാണ് സ്റ്റെറോയിഡ്. ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ ന്യൂമോവാക്സും ഇക്ലുവാക്സും എടുക്കുന്നു. വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട്. ന്യൂമോവാക്സ് എടുത്ത് 5 വർഷത്തിലൊരിക്കല്ലേ? എങ്ങനെ? ന്യൂമോവാക്സ് 5 വർഷത്തിലൊരിക്കുക. ഇപ്പൊ എത്ര വയസ്സായി? അങ്ങനെയാണെങ്കിൽ 65 വയസ്സിൽ ഇതിന് എപ്പോഴാണ് ഏറ്റവും അടുത്തത് ന്യൂമോവാക്സ് എടുത്തത്? ഏറ്റവും അവസാനം എപ്പോഴും എടുത്തത്? പിന്നെ 2019 എടുത്ത്, അല്ല 2017 എടുത്ത്. 17. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 വർഷമാകുമ്പോ ഒരു ഡോസ് കൂടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആവശ്യം വരില്ല. എങ്ങനെ? ഒരു ഡോസും കൂടി 5 വർഷം, ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു ഡോസ് കൂടി എടുക്കുക. പിന്നെ അതിനുശേഷം പിന്നെ അതിന്റെ ആവശ്യം വരില്ല, പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. 5 വർഷം കഴിഞ്ഞിട്ടല്ലേ എടുക്കണ്ടുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാ വർഷവും എടുക്കണ്ടേ? ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും എടുക്കണം. പിന്നെ അത് ഞാൻ ചോദിക്കാൻ, ഞാൻ വിളിക്കാൻ കാരണം വെച്ചാല് സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സെക്കൻഡറി കോംപ്ലിക്കേഷൻ വന്നാല് വരുന്നതിന് എന്തെങ്കിലും വാക്സിൻ ഉണ്ടോ വേറെ? എന്തിന്റെ കോംപ്ലിക്കേഷൻ? അതായത് പിന്നെ സ്ഥിരമായി സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നതാണ് COPD പേഷ്യന്റുവാ. അപ്പൊ അതിന് സെക്കൻഡറി കോംപ്ലിക്കേഷൻ വരുന്നതിനെന്തെങ്കിലും പിന്നെ വാക്സിൻ ഉണ്ടോ? ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയോ? അത് ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല ചോദ്യം. അതായത് സ്ഥിരമായിട്ട് പിന്നെ COPD പേഷ്യന്റ് ആണ്, അതോടൊപ്പം സ്ഥിരമായിട്ട് സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്ന. മനസ്സിലായോ? സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ഇത് കിട്ടാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റുമോ? ഇത് പിന്നെ സെക്കൻഡറി കോംപ്ലിക്കേഷൻ എന്തെങ്കിലും വളരെ ചെറിയ ഡോസിലുള്ള സ്റ്റെറോയിഡുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ ശ്വാസത്തിലേക്ക് വലിക്കുന്ന സ്റ്റെറോയിഡുകളായിരിക്കും. അത് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. താങ്കൾ ഇപ്പോൾ ഉള്ള വാക്സിൻ തന്നെ ധാരാളമാണ്. മതി. ഓക്കെ മൂസ. ചിക്കൻ പോക്സ് സോസ്റ്റർ വാക്സിൻ എടുത്തിട്ടുണ്ടോ? സോസ്റ്റർ വാക്സിൻ എന്നൊരു വാക്സിൻ ഉണ്ട് ഈ ചിക്കൻ പോക്സിന്റെ തൊലിപ്പുറത്തുള്ള അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉപയോഗിക്കുന്നതുകൊണ്ട് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോ അറിയാം. ഓക്കെ മൂസ. ഡോക്ടർ അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക്, ഇപ്പോൾ മൂസ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഡോക്ടർ പറഞ്ഞ ഈ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് എടുക്കുന്ന 2 വാക്സിനുകളുണ്ടല്ലോ, ആ വാക്സിനുകൾ മറ്റുള്ള അസുഖങ്ങളുള്ളവർക്ക് എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം രണ്ടിലും നമ്മൾ ശരിയായ ജീവനുള്ള കീടാണുക്കളില്ല. ചുരുക്കം ചില വാക്സിനുകള് ഈ ലൈവ് വാക്സിൻസ് പറഞ്ഞിട്ടുള്ളത് ഈ ചില ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തുള്ളൂ. ഉദാഹരണമായി ചിക്കൻ പോക്സ് വാക്സിൻ, അതില് ജീവനുള്ള ചെറിയ അണുക്കളുണ്ട് അതില്. അപ്പൊ നമുക്ക് പ്രഗ്നൻസി അങ്ങനെ വേറെ സ്റ്റെറോയിഡ് കഴിക്കുന്നവർക്കൊന്നും കൊടുക്കാറില്ല.
ചില വാക്സിനുകൾ ചില പ്രത്യേക കണ്ടീഷനിൽ അത് ഓരോ കേസ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഡോക്ടർ, അതുപോലെ റുബല്ല വാക്സിനുകളെ പറ്റി കേട്ടിട്ടുണ്ട്. ഗർഭിണികൾക്ക് എടുക്കുന്ന വാക്സിനാണ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ് ഡോക്ടർ? ഇല്ല, അത് റുബല്ല എന്ന അസുഖം ഈ ഒരു വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. അത് കുട്ടികളിൽ ചില അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് റുബല്ല. അപ്പോ ഗർഭിണികൾ വളരെ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് റുബല്ല വരാതിരിക്കുകയും കുട്ടികൾക്ക് വളരെ ഗുരുതരമായ തലച്ചോറിനെയും കണ്ണ്, ചെവി ഇവയൊക്കെ ബാധിക്കുന്ന ജന്മ വൈകല്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ പറ്റും. അതാണ് റുബല്ല ഇത് ചെയ്യുന്നത്. അത് കുട്ടിക്കാലത്ത് തന്നെ റുബല്ല വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിന് പ്രതിരോധശേഷി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് റുബല്ല വരില്ല. കഴിക്കണം. ഓസ്ട്രേലിയയിലും മറ്റും അന്ന് വാക്സിൻ ഇല്ലാത്ത കാലത്ത് അവർ റുബല്ല പാർട്ടി നടത്തുമായിരുന്നു. അതായത് ചെറിയ പെൺകുട്ടികളെ റുബല്ല ആർക്കെങ്കിലും റുബല്ല ഉണ്ടെങ്കിൽ ചെറിയ പെൺകുട്ടികളെ ആ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഈ റുബല്ല ഉള്ള ആളെ കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വഴി ഈ ചെറിയ കുട്ടികൾക്കൊക്കെ റുബല്ല വരും. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് തന്നെ ഈ രോഗത്തിന് പ്രതിരോധശേഷി കൈവരിക്കുകയും പിന്നെ ഭാവിയിൽ അവർക്ക് ഗർഭകാലത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ രക്ഷപ്പെടുകയും ചെയ്യും. റുബല്ല പാർട്ടി എന്നാണ് ഇതിന് പറയാറ്. ഇതിന് സമാനമായി കൊറോണ പാർട്ടികളൊക്കെ അമേരിക്കയിൽ നടത്തിയിരുന്നു, എല്ലാവർക്കും കൊറോണ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ഡോക്ടർ, ഈ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന്. നമസ്കാരം. മുതിർന്നവർക്കിടയിലെ വാക്സിനുകളെ പറ്റിയാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത്. ചാല ജിം കെയർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ TP രാകേഷ് ആയിരുന്നു ഇത്രയും സമയം പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.